നമസ്കാരം. കൈപ്പേശ്ശേരി കോയമ്പുരി. അങ്ങനെ SSLCയുടെ റിസൾട്ടും പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നൊരു അധ്യയന വർഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുരുന്നുകൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ പുതിയമായി നിൽക്കുന്ന ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഇപ്പം ഇന്നലെ വൈകുന്നേരം എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെങ്ങാണ്ട് റിസൾട്ട് വരുന്നുണ്ട്, തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന്. ഇത് എഴുതി കഴിഞ്ഞ് റിസൾട്ട് അവർ എഴുതി വെച്ചേക്കോ, ഇന്ന് പ്രഖ്യാപിക്കാൻ നിൽക്കുക. അപ്പം നമ്മൾ അപ്പോഴാണോ പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു സംശയമുണ്ട്. ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ധനം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസമാണ്, അറിവാണ്, ജ്ഞാനമാണ്. അവരുടെ പേരിൽ എത്ര കോടിയുടെ സ്വത്തുണ്ടാക്കി എന്നതിനേക്കാൾ ഉപരി അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, ജോലിയാണ് ഒരു കുട്ടികളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പരീക്ഷാ കാലമാകുന്നതിന് ഒരു മാസം മുമ്പ് ഓടി വന്നിട്ട്, തിരുമേനി എൻ്റെ മോള് നീറ്റ് എഴുതുകയാണ്, എന്നെ ജയിപ്പിക്കണം. തിരുമേനി എൻ്റെ മോള് പ്ലസ് ടുവിൻ്റെ പരീക്ഷയാണ്, ജയിപ്പിക്കണം, എല്ലാത്തിനും A+ വേണം. തിരുമേനി SSLC ആണ്, എല്ലാ മാർക്കും A+ കിട്ടണം എന്ന് പറയുന്ന ഒരാൾ പോലെ ആകരുത് നമ്മൾ ഈ വർഷം നമ്മൾക്ക് ഓരോ നിമിഷവും അതിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന മഹാഭാഗ്യമാണ് നമ്മുടെ അവസാനത്തെ റിസൾട്ട്. ഏറ്റവും നല്ല സ്കൂളുകളിൽ നമ്മൾ മോളെയും മോനെയും പഠിപ്പിക്കാം, ഏറ്റവും നല്ല ഫീസ് കൊടുക്കാം, ഏറ്റവും നല്ല ടീച്ചർമാർ പഠിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് ഈ ഭൗതിക കാലത്ത് സമ്പത്ത് കൊണ്ട് നടക്കും. നല്ല ബുദ്ധി കിട്ടുമോ, നല്ല ഓർമ്മശക്തി കിട്ടുമോ, അത് എഴുതാനുള്ള കോൺസെൻട്രേഷൻ കാശ് കൊടുത്താൽ കിട്ടുമോ, ആ സമയത്ത് എഴുതുമ്പോൾ ആ നല്ലൊരു ഭാഗ്യം, അതായത് ഉത്തരം തെറ്റാതിരിക്കാൻ ഒരു ഭാഗ്യം, ഉത്തരം ടിക്ക് ചെയ്യുമ്പോൾ ഒരു ഭാഗ്യം, അത് കിട്ടുമോ? ഇതൊന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ മാതാപിതാക്കൾ പറയും, ആ കുട്ടിയെ രാവിലെ അമ്പലത്തിൽ വിടും. രാവിലെ തിരുമേനി ട്യൂഷനാണ്, ആയിക്കോട്ടെ, എന്നാൽ വൈകുന്നേരം വേറെ ടീച്ചറുടെ ട്യൂഷൻ. ആ കുട്ടി 5:30 മണിക്ക് ട്യൂഷൻ തുടങ്ങിയാൽ ക്ലാസ്സും കഴിഞ്ഞ് രാത്രി 10 മണിക്കാണ് ഫ്രീ ആവണം. ഈ കുട്ടിക്ക് നാമജപമില്ല, അമ്പലത്തിൽ പോക്കില്ല, പ്രാർത്ഥനയില്ല. എന്നിട്ട് അമ്മമാർ പറയും ഞങ്ങൾ പോകുന്നുണ്ട്. അവർ പരീക്ഷ എഴുതുവാണെങ്കിൽ അത് ഓക്കെയാണ്. ഇത് കുട്ടികളെല്ലാം എഴുതണ്ടേ. ആ കറക്റ്റ് സമയത്ത് അതെന്ത് ചെയ്യണം എന്നുള്ള ബുദ്ധി ആ കുട്ടിക്കല്ലേ ഉണ്ടാവണേ. ആ ബുദ്ധി ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിക്കൊരു ഏകാഗ്രത വേണ്ടേ. ആ ഏകാഗ്രതയല്ലേ ഈശ്വരൻ. അപ്പം ട്യൂഷന് നിങ്ങൾ ഒരു സമയത്ത് വിട്ടില്ലെങ്കിലും, ഞാൻ അങ്ങനെ തന്നെ പറയും. അപ്പം ട്യൂഷനൊക്കെ, കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനം വീണ്ടും ട്യൂഷൻ പിടിച്ച് പഠിപ്പിച്ചിട്ടും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ഭാഗ്യക്കുറവുണ്ടെന്നല്ലേ. അപ്പം അതുകൊണ്ട് ട്യൂഷൻ്റെ സമയം കുറച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഓരോ കുട്ടിയെയും വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ കൃത്യമായിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം. അത് ഞായറാഴ്ച ഒരു ദിവസം അവധിയുണ്ട്, അന്ന് മാത്രം വിടുക എന്നുള്ളതല്ല. ശരിക്ക് ബുധനാഴ്ച ദിവസം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ, സരസ്വതി അമ്പലങ്ങളിലായാലും കുഴപ്പമില്ല, ദേവി അമ്പലങ്ങളായാലും കുഴപ്പമില്ല, ബുധനും വെള്ളി. ബുധനാഴ്ച ദിവസം വൈഷ്ണവ ക്ഷേത്ര ദർശനം വിദ്യയ്ക്ക് പരം. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ വൈഷ്ണവ പ്രാധാന്യമുള്ള. അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്, നവഗ്രഹത്തിലെ ബുധന് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലോ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലോ നിർബന്ധമായും ദർശനം നടത്തുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അല്ലെ സരസ്വതി ക്ഷേത്രങ്ങളിൽ, ഇല്ല ദുർഗാ ക്ഷേത്രങ്ങളിൽ, ഇല്ല പാർവതി ക്ഷേത്രങ്ങളിൽ, ഇല്ല ഭുവനേശ്വരിയുടെ അമ്പലങ്ങൾ, ഇല്ലെങ്കിൽ ഭദ്രകാളി ദേവീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ദക്ഷിണാമൂർത്തി സ്വരൂപനായി നിൽക്കുന്ന മഹാദേവനെ ശനിയാഴ്ച പോയി തൊഴുക, മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക, ഗുരുനാഥനായിട്ട് കാണുക. അപ്പം ദേവി ഭജനവും മഹാദേവന്റെ ഭജനവും വൈഷ്ണവ ഭജനവും ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് യോഗം എന്ന് പറഞ്ഞ സാധനം വേണമല്ലോ. ഇത് കിട്ടാനൊരു യോഗം വേണ്ടേ. ആ യോഗം വേണമെങ്കിൽ
മാതാപിതാക്കൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, കുട്ടിക്കൊരു ഭാഗ്യം വേണം. ബുദ്ധിയുടെ രാക്ഷസനായി നിൽക്കുന്ന, ബുദ്ധിയുടെ അഗ്രഗണ്ണായിരിക്കുന്ന ഗണപതിയെ പ്രാർത്ഥിച്ച് ഒരു 108 തവണയെങ്കിലും ഗണപതിയെ നമാതി വയ്ക്കുക. അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വരൂപനായി നിൽക്കുന്ന മഹാദേവനെ ഓർത്ത് ഒരു 336 രൂപ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, രണ്ട് സെയിമാണ്, നമഃശിവായ ജപിപ്പിക്കുക. വിദ്യാരാജഗോപാലമൂർത്തി എന്നൊക്കെ പറയണ മഹാവിഷ്ണു സങ്കല്പമുണ്ട്. മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനെയൊക്കെ ഓർത്തുകൊണ്ട് ഒരു 108 തവണയെങ്കിലും നാരായണനാമം ജപിക്കുക. നമ്മുടെ വിവേചന വിവേക എല്ലാ കാര്യങ്ങൾക്കും അധിപതി സരസ്വതിയാണ്. സരസ്വതിയെക്കുറിച്ച് ഞാൻ പറയണ്ട, സരസ്വതി പൂജയാണ് വിദ്യ. അങ്ങനെയാണല്ലോ നമ്മൾ. കാരണം സരസ്വതിയെ ഉപാസിക്കാതെ ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും 108 തവണ സം സരസ്വതിയെ നമ, അല്ലെ സരസ്വതിയെ നമ നാമം ജപിക്കുക. എന്നിട്ട് ഇവരോടൊക്കെ നാമം ജപിച്ച് ഈ സരസ്വതിയോടും ദക്ഷിണാമൂർത്തി സ്വരൂപനായ മഹാദേവനോടും ഗണപതി ഭഗവാനോടും മഹാവിഷ്ണുവിനും ഒക്കെ പ്രാർത്ഥിക്കുക. നല്ല വിവേകം ഉണ്ടാവുക, നല്ല ബുദ്ധി ഉണ്ടാവുക, നല്ല വിദ്യ ഉണ്ടാവുക, നല്ല ജ്ഞാനം ഉണ്ടാവുക, നല്ല അറിവുണ്ടാവുക. ബുധനാഴ്ച വൈകുന്നേരങ്ങളിൽ അവരെ അരിയാഹാരം കൊടുക്കാതെ ഒരിക്കലും എടുപ്പിക്കണം എന്നുള്ളതാണ്. മൂകാംബിയെ പോകാമെങ്കിൽ നല്ലതാണ്, വർഷത്തിലൊരിക്കൽ. ഇല്ലെങ്കിൽ മൂകാംബിക്ക് തത്തുല്യമായ പ്രാധാന്യമുള്ള നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ്. അതുപോലെ മഹാദേവന്റെ സവിധം, ഗണപതിയുടെ സവിധമൊക്കെ നല്ല ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം കഴിക്കുക, ഗണപതിക്ക് അവലും മലരും ഹോമിക്കാനായിട്ട് കൊടുക്കുക. ഇതൊക്കെ വളരെ ഗംഭീരമാണ്. അല്ല ഗണപതിക്ക് കദളിപ്പഴവും പഞ്ചസാരയും ഹോമിക്കാൻ പറഞ്ഞ് ഏൽപ്പിക്കുക. ഇതൊക്കെ വളരെ വളരെ കേമാണ്. അങ്ങനെ നമ്മൾ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ SSLC പരീക്ഷ തുടങ്ങുമ്പോൾ തൊട്ട്, ഇല്ല +2 പരീക്ഷ തുടങ്ങുമ്പോൾ തൊട്ട്, ഇല്ല നീറ്റിന് കോച്ചിങ്ങിന് പോകുമ്പോൾ തൊട്ട് നമ്മൾ തുടങ്ങും. അപ്പോഴല്ലേ റിസൾട്ട് വരുള്ളൂ. ഈ സാധനം ഇന്ന് പഠിക്കുന്ന സാധനം അവസാനത്തെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഓർമ്മ നിൽക്കണ്ടേ? ഒരു ദിവസം ഓടിച്ചെന്ന് നമുക്ക് ഭാഗ്യം കിട്ടും. ഓടിയെങ്ങി എന്നു ഭഗവാനെ ഒരു 50,000 രൂപ വിളിച്ചു, ഭാഗ്യം കിട്ടുമോ? ഇല്ല. നിരന്തരമായി നിൽക്കുന്ന ശ്രമമാണ് ഒരു സ്വർണത്തെ പോലും കൂടുതൽ ഭംഗിയാക്കണം. എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കുന്ന സ്വർണ്ണമല്ലേ മിനുങ്ങി നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ അതിനിടയ്ക്കും ചെളി കയറും. അപ്പം എത്ര മൂല്യമുള്ളതായാലും നിരന്തരമായി നിൽക്കുന്ന ക്രമീകരണമാണ് ഒരു വസ്തുവിനെ ഭംഗിയാക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെയും ഭംഗിയാക്കുന്നത് നിരന്തരമായ ശ്രമമാണ്. അതുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും ചിട്ടയായിട്ടും ചെയ്തുകൊണ്ടാൽ കുട്ടികൾക്ക് ബുദ്ധിയുടെ കാര്യത്തിലോ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല വിജയം ഉണ്ടാകുകയും ചെയ്യും. അതിനേക്കാളൊക്കെ ഉപരി എന്താ പറയണേ, ശരിക്കും പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ പറയണ്ടെങ്കിലും അപരിഷ്കൃതമായി നിന്ന വ്യക്തികളും ഈ പറയണ മഹാമോശമായി നിൽക്കുന്ന ലഹരികൾ, കൂട്ടുകെട്ടുകൾ ഇത്യാദി വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരു അപകടങ്ങളിലും ചെന്ന് പെടില്ല. അതുകൊണ്ട് ആ കൃത്യതയോടും ചിട്ടയോടും കൂടി ആ കുട്ടിയെ വളർത്തി വലുതാക്കുക, അതാണ് ഏറ്റവും ഗംഭീരമായ അവസ്ഥ. അപ്പം അത് ഭംഗിയായി തീരും. നല്ലൊരു പരമ്പരയെ, നല്ലൊരു സന്തതി പരമ്പരയെ നമുക്ക് വാർത്തെടുക്കാം. നമ്മുടെ മക്കളാവട്ടെ നാളത്തെ സമ്പത്ത്, അവരാവട്ടെ നമ്മുടെ ഐശ്വര്യം. അതിനുവേണ്ടി നമുക്കും ചെയ്യാൻ പ്രാർത്ഥനകൾ. ഒപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ വ്യാഴാഴ്ച ദിവസം ഒരിക്കലും എടുക്കുന്നത് വളരെ നല്ലതാണ്. അതും ചെയ്തു പോവുക. അപ്പം അങ്ങനെ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ പരമ്പര വളരട്ടെ. നമസ്കാരം, ഗോവിന്ദൻ.